അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഒരു റമദാൻ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ ചില റെസിപ്പീസും പിന്നെ ചില കാര്യങ്ങളൊക്കെ ചില വിശേഷങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, ഒരു വർഷത്തിനിടെ കുറച്ച് പ്രത്യേകതയും കുറച്ച് മാറ്റമുള്ളൊരു മാസമാണ്, ഒരു പുണ്യമാസമാണ് റമദാൻ മാസം. അപ്പോൾ അന്ന് ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ ചില റെസിപ്പീസും പിന്നെ ചില കാര്യങ്ങളൊക്കെ ചില വിശേഷങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പസറ് ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. വെറുതെ ടൈമുണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ റോസ് ചെടികളാണ് കേട്ടോ, റോസാ ചെടികളാണ്. പല കളറുണ്ട്, ഡാർക്ക് റെഡ്, റോസ്, യെല്ലോ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. ചൂട് കാരണം ആകെ വാടി ഉണങ്ങിയതായിരുന്നു. അപ്പോൾ ഉമ്മ ഒരു വളം ഇതിനിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ഉണ്ടാക്കിയൊരു വളം ഇതിനിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടത് ഇങ്ങനെ നല്ലപോലെ പൂവ് വരാനൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു വളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ ഇടുന്നു കേട്ടോ. ഇതുവരെ ഇട്ടിട്ടില്ല, ഇൻഷാ അല്ലാഹ് ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ അതാദ്യം ഇങ്ങോട്ട് ചെടിച്ചട്ടികളാണ് കേട്ടോ. ഇത് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയൊരു വീഡിയോ ഞങ്ങൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണാത്തവർ എന്താണെങ്കിലും ഒന്ന് പോയി കാണും, ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5 മണിയാവുന്ന നേരത്താണ് ഞങ്ങൾ അടുക്കളയിലേക്ക് കയറാറ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന കാരണം ഇപ്പോൾ മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എത്രത്തോളം നേരത്തെ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 മണിക്ക് തന്നെ കയറുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കയറിയ പാടെ ആദ്യം തന്നെ അടുപ്പത്ത് വെള്ളം വെക്കുകയാണ്, ചോറുണ്ടാക്കാനുള്ള വെള്ളം വെക്കുകയാണ്. കുറച്ച് വെണ്ണൂറ് എടുക്കും, കുറച്ച് വെണ്ണൂറ് എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണെണ്ണ ഇങ്ങനെ വെച്ചിട്ടും ഈ മണ്ണെണ്ണ നമുക്ക് അടുപ്പിൽ വെക്കാം. ആദ്യം വെച്ചെടുക്കും. വിറക് കുറച്ചൊരു മണ്ണെണ്ണ വിറകുകളുടെ മേത്ത് കൂടെ കുറച്ചൊന്ന് വെച്ചെടുക്കും. തൽക്കാലം ഒരു കുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചൂടായിട്ട് നമുക്ക് കുക്കറിലാണ് ഇവിടെ ചോറ് വയ്ക്കാറ് കേട്ടോ. ഇവിടെ നമ്മൾ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഞങ്ങൾ കുക്കറിലാണ് ചോറ് വയ്ക്കുക. ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുക്കറിൽ വെച്ച് ചോറാണ് ഇഷ്ടം. ഉമ്മ കുക്കറിലാണ് വയ്ക്കുക. അപ്പോൾ ആ ഒരു ചോറിനോടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുപ്പത്ത് വെക്കുന്നത് പത്തിരിക്കുള്ള പൊടി വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. പത്തിരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പത്തിരിക്കുള്ള കുഴച്ച് വരട്ടെ. പിന്നെ നമുക്ക് ചോറ് അടുപ്പത്ത് വെക്കട്ടെ. ഇപ്പോൾ അരി കഴുകിയിട്ടുണ്ട്. ഇനി അരിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അടുപ്പത്ത് വെച്ചാൽ വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന വെള്ളം തന്നെയാണ് നമ്മൾ അരിയിലേക്ക് ഒഴിക്കുന്നത്.
നമുക്ക് അരിക്ക് ഒഴിക്കാം. കുക്കറിലാണ് ഞങ്ങൾ അടുപ്പത്ത് വെക്കൽ കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വെള്ളം വെക്കും. ഇനി അടുപ്പത്ത് നമുക്ക് ചോറ് വേവിക്കാം. ചോറ് ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിറകൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുപ്പത്തായത് കാരണം വിറകൊന്ന് കുറച്ച് കൊടുക്കുക. ഇതിപ്പോൾ സ്റ്റവിലാണെങ്കിൽ സിമ്മിലിടുക. വിറകൊന്ന് കുറച്ച് കൊടുക്കുക. അധികം കത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലോണം വെന്ത് പോവും. ലെമൺ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോമ്പ് തുറന്നാൽ എല്ലാവർക്കും ദാഹം ഉണ്ടാവുക ഈ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ലൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾക്കിവിടെ 3 പേർക്കാണ് നോമ്പ്. അപ്പോൾ ഒരു 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇഞ്ചി ഇട്ട് നല്ലൊരു ടേസ്റ്റാണല്ലോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നാരങ്ങ വെള്ളം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു ടേസ്റ്റുമാണ്. മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടൊരു 3 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. വീട്ടിലുണ്ടായ മാങ്ങയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. അവിടെ ഉമ്മ പത്തിരിക്കുള്ളത് മാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇവിടുത്തെ പത്തിരി. അപ്പോൾ ഉമ്മ നല്ല പോലെ കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സഹായത്തിന് നമ്മുടെ ഹെൽപ്പറുണ്ട്, ആദിക്കുട്ടിയുണ്ട്. എവിടെ വീഡിയോ എടുക്കുകയാണെങ്കിലും അവൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അവനക്ക് പറ്റുന്ന പോലെ ഓരോന്നിങ്ങനെ മക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുപ്പിക്കുന്നത് നല്ലതാട്ടോ. അവർക്കൊരു ഇഷ്ടവും പിന്നെ നല്ലതുമാണ്. ഈ പത്തിരിയിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന നല്ല വറുത്തരച്ച കോഴിക്കറിയാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ചിക്കന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ട മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇത് വീട്ടിലുണ്ടായെന്ന് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഒരു ഉരുളൻകിഴങ്ങ് കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് ഈ വറുത്തരച്ച കറിയിലിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ പത്തിരിക്കുള്ള ആ ബോൾസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യക്കുട്ടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പത്തിരി ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്. പത്തിരിയുടെ പ്രിപ്പറേഷൻ അവൻ അവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പത്തിരി കാണിച്ചെടുത്ത യോധവും പരത്തി പത്തിരിയാണത്. ഇനി നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചിരവുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ പരത്തിയതാണ് ഇതൊക്കെ. നമ്മളൊരിക്കലും അവരെ തളർത്താൻ പാടില്ല കേട്ടോ. ഒരിക്കലും ചീത്ത പറയാനൊന്നും പാടില്ല. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടതൊരു 3 വെളുത്തുള്ളി ചേർക്കുക, 2 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ല പോലെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ ആദ്യക്കുട്ടി സൈഡിലിരിക്കുന്നുണ്ട്. ഞാനിതിന് കാവലായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മളവിടെ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇന്ന് ഉണ്ടാക്കുന്ന സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഉന്നക്കായാണ്. കായ്ക്ക് നല്ല ഒട്ടും പഴുക്കാത്ത പഴമാണ് വേണ്ടത്. അല്ലാണ്ട് അങ്ങോട്ട് പഴുക്കാത്ത പഴമാണ് വേണ്ടത്. അതെടുത്തിട്ടുണ്ട്. നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. അത് നമുക്കൊരു വിസിൽ മതിയാവും കേട്ടോ, വേവിച്ചെടുക്കാം. വറുത്ത് വെച്ച് തേങ്ങ ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സിയിൽ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള മല്ലിയിലിട്ട് കൊടുക്കുക. മല്ലിയിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ കറിക്ക് കൊടുക്കുന്നത്.
തൂമിക്കുന്നത് നമ്മൾ സാധാ പോലെ ചെറിയുള്ളിയും വേപ്പിറ്റലും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അത് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തരച്ച് കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിക്ക് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ അത്. അപ്പോൾ ഒട്ടുമിക്ക നോമ്പിനും ഇതായിരിക്കും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പത്തിരി ചുടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പത്തിരി നല്ല പോലെ പൊള്ളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ പണ്ട് യൂസ് ചെയ്യുന്ന ചട്ടിയാണ്. ഇത് ഇപ്പോഴും ഇതിൽ തന്നെയാണ് പത്തിരി ചുട്ടെടുക്കുന്നത്. നന്നായിട്ട് പത്തിരി ചുടാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഉന്നക്കായുടെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഉന്നക്കായക്കുള്ള പഴം നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് നാര് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യും. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക്. ഇനി നമുക്ക് അതിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ എണ്ണ ആക്കി എടുക്കുന്നത്. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി വെണ്ടയ്ക്കുപ്പേരിയാണ് അത്താഴത്തിന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഉന്നക്കായയിലേക്കുള്ള ഫില്ലിങ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഉന്നക്കായ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെ വെച്ചാൽ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നമ്മൾ തേങ്ങ ചിരകിയതും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യണത്. എന്നിട്ട് അതിലേക്കൊരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മധുരത്തിന് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ചെറിയൊരു കളർ ഡിഫറൻസ് ആണ്. ഒരു നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുള്ളത് നമ്മൾ വാർത്തെടുത്തിട്ടില്ല, ഒന്ന് വാർത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കുക്കറിലാണ് ചോറുണ്ടാക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര ഒട്ടലായിരിക്കും, ഒരു വഴുവഴുപ്പായിരിക്കും എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ ഒട്ടും വഴുവഴുപ്പൊന്നുമില്ല നമ്മൾ ഈ രീതിയിൽ വറുക്കുകയാണെങ്കിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം കളയുക. എന്നിട്ട് വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുക. സാധാ പച്ചവെള്ളം കേട്ടോ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചോറ് വറുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, ഒരു കുഴപ്പമുണ്ടാവില്ല. അടുത്തത് ഇവിടെ മത്തൻ്റെ ഇല പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മത്തൻ്റെ ഇല നാരളഞ്ഞ് ഊരിടുകയാണ്. ഇവിടെ കുറച്ച് എടുക്കണുള്ളൂ. രണ്ട് മൂന്ന് ആൾക്കാരേ ഉള്ളൂ, കാരണം കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പം ഇനി നമുക്ക് ഉന്നക്കാടയിലേക്ക് തന്നെ പോവാം. കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നമ്മളിന്ന് ചെറിയ ഉരുളകളാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പരത്തി കൊടുക്കുക, കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മളിതിൽ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ അതിട്ട് കൊടുത്തിട്ട് നമ്മളിതാ അത് നമ്മൾ കയ്യിലിട്ടിട്ടൊന്ന് ഇങ്ങനെ പൊട്ടി കൊടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടിച്ചെങ്കിൽ ആ ഷേപ്പിൽ എടുക്കാം. നമ്മളിതിൽ ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. ഇതിൽ കുറച്ച് എണ്ണ തടവിട്ട് അതിൽ വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മളെ ഉന്നക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഴം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 6.5 ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അവനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കിത് എണ്ണയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇതിൽ തന്നെ നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് ഒരുമിച്ചത് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്, അതിൽ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ തന്നെ ആ കുഞ്ഞു ഉന്നക്കായ നമുക്ക് തന്നെ നോട്ടിട്ട് വെച്ചിരിക്കണമാണ്. അപ്പോൾ അവനത് എന്താണെങ്കിലും കൊടുക്കണം. എല്ലാ സൈഡും വേവട്ടെ. ഇതിനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഉന്നക്കായ എന്ന് പറയുന്നത്, നല്ലൊരു ടേസ്റ്റാണ്. ഇനി അത്താഴത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മത്തൻ്റെ ഇല വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. മത്തൻ്റെ ഇല ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, വീട്ടിലുണ്ടായതാണ്. ചെറിയുള്ളി വലിയുള്ളി ഏതനുസരിച്ച് ഉപയോഗിക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് എരിവിന് വേണ്ടിയിട്ട് 4 പച്ചമുളക് ആട്ടോ ചേർത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളമാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മത്തൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജസ്റ്റ് ഉള്ളി ഒന്ന് തൂമിച്ചിട്ട് അതിൽ പച്ചമുളക് ഇട്ടിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചായക്കുള്ള വെള്ളം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയും ആവശ്യത്തിൻ്റെ പഞ്ചസാരയും 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ സമയം 6:23 ആയിട്ടുണ്ട് ക്ലോക്കിൽ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയായിട്ട് നമ്മൾ അത്താഴത്തിനുള്ളതും പിന്നെ നമ്മൾ നോമ്പ് തുറക്കുള്ളതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇനി ഇങ്ങനത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ വേണമെങ്കിൽ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.